പല കാര്യങ്ങൾക്കും നമുക്ക് പരിമിതികളുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എനിക്ക് എങ്ങനെ അത് നേടിയെടുക്കുവാൻ കഴിയും എന്ന ചിന്തകളൊക്കെ നിങ്ങളെ ഭരിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് അല്പസമയം ഒന്ന് ശ്രദ്ധിക്കണേ. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിയ അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എങ്ങോട്ട് ആണ് എന്നറിയത്തില്ല, എന്നാൽ പറഞ്ഞത് ദൈവമാകൊണ്ട് ആ ദൈവത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ച് ചുവടുകൾ മുന്നോട്ട് വെക്കുന്ന അബ്രഹാം ദൈവത്തോട് ചേർന്ന് നടന്നതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിനെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നിരുന്നാലും വൃദ്ധരായ അബ്രഹാമിനും സാറയ്ക്കും ഒരു തലമുറ ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ദൈവം മമ്രയുടെ തോപ്പിൽ അബ്രഹാമിന് പ്രത്യക്ഷമാകുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. അതിപ്രകാരമാണ്: 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. പ്രിയ ദൈവത്തിലെ, ഇതാണ് ദൈവിക വാഗ്ദത്തം. എന്നാൽ സാഹചര്യം എന്നത് അബ്രഹാമും സാറയും വൃദ്ധരായി തീർന്നിരിക്കുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗർഭം ധരിക്കുക, തലമുറയുണ്ടാകുക എന്നത് മാനുഷിക കണ്ണിൽ അസാധ്യമാ, അല്ലെങ്കിൽ മാനുഷിക ചിന്തയിൽ ഇംപോസിബിളാ. ഒരിക്കലും ഒരു സാധ്യതയില്ല, കേട്ടുകേൾവി പോലുമില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഈ ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുവാൻ കഴിയും? അതുകൊണ്ട് തന്നെ സാറ ഉള്ളിൽ ചിരിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിത മേഖലകളിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും വാക്ക് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കുവാൻ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. വാക്കു പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി സാഹചര്യങ്ങൾ അനുകൂലമാകണ്ട. ഈ ദൈവത്തിന്റെ പ്രവൃത്തി സാഹചര്യങ്ങൾ അനുകൂലമാക്കുവാൻ ശക്തമാണ്. അതെ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാ പ്രിയ ദൈവത്തിലെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത്. സാഹചര്യങ്ങൾ സകലതും പ്രതികൂലമാകുമ്പോഴും വാക്കു പറഞ്ഞ ദൈവം നിങ്ങളെ തനിച്ചാക്കുകയില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം ഈ സാഹചര്യം നിനക്ക് അനുകൂലമാക്കി മാറ്റുവാൻ ശക്തനാണ് എന്ന് ഇന്നൊന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. ഇതുവരെ കേട്ടുകേൾവി പോലും ഉണ്ടാകുകയില്ല, എന്നാൽ ദൈവമാണ് നിങ്ങളോട് സംസാരിച്ചത് എങ്കിൽ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സാറ താൻ വൃദ്ധയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഉള്ളിൽ ചിരിക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ ശബ്ദം അവരോട് സംസാരിക്കുന്ന ഭാഗം 14-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത്: യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. അത് സംഭവിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് സാഹചര്യങ്ങൾ അനുസരിച്ചല്ല ഈ ദൈവം പ്രവർത്തിക്കുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് ഒരു സാഹചര്യവും തടസ്സമാകുകയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കെതിരെ പ്ലാനുകൾ, പദ്ധതികൾ ഉണ്ടാക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഒരു ദൈവ പൈതലാണ് എങ്കിൽ നിങ്ങൾക്ക് എതിരെ പദ്ധതി ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ പോകുകയാണ്. പ്രിയ ദൈവത്തിലെ, നിങ്ങളെ തൂക്കുവാൻ കഴുകുമരം ഒരുപക്ഷെ ശത്രുക്കൾ ഉണ്ടാക്കിയേക്കാം, എന്നാൽ ദൈവം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കഴുകുമരത്തിൽ തൂങ്ങാൻ പോകുന്നത് കഴുകുമരം ഉണ്ടാക്കിയവർ തന്നെയായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ദൈവം നിങ്ങളുടെ പക്ഷത്താ. ദൈവം തന്റെ മക്കളുടെ കൂടെയാ. ഹല്ലേലൂയ. ഭാരപ്പെടല്ലേ. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ തീർച്ചയായും വെളിപ്പെടും. അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, ആ ദൈവമാ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ സാറ ചിരിച്ചതുപോലെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ മുഖം തിരിച്ചു കളയല്ലേ. ദൈവിക വാഗ്ദത്തങ്ങൾ തീർച്ചയായും നിറവേറും എന്ന് നിങ്ങൾ നിങ്ങളുടെ വാഗൊണ്ട് പറയുവാൻ തുടങ്ങണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. അതെ, സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ജീവിക്കുന്ന ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ തീർച്ചയായും ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതെ പ്രിയ ദൈവത്തിലെ, നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മോശ ഒരു ജനത്തെ 6 ലക്ഷം പേരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് വെച്ച് അവർ പിറുപിറുക്കുന്നു. അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ മോശയോട് പരാതി പറയുന്ന പല സാഹചര്യങ്ങളും കാണുവാൻ കഴിയും. അവിടെ മോശ പറയുന്നത് 6 ലക്ഷം പേരാ എന്റെ കൂടെയുള്ളത്, ഇവർക്കെല്ലാം മാംസം കൊടുക്കുവാൻ വേണ്ടി ഞാൻ എവിടെ നിന്ന്
നിന്ന് ഉണ്ടാക്കും? അതിനെല്ലാം മറുപടിയായി ദൈവം മോശയോട് പറയുന്ന ഭാഗം സംഖ്യാപുസ്തകം 11 അധ്യായം 23 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് പറയുന്ന ഭാഗം. ദൈവം പറഞ്ഞതുപോലെ 6 ലക്ഷം കാലാളുകൾക്ക് മതിയാകും വണ്ണം ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് അടുത്ത വാക്യങ്ങളിലെല്ലാം കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, മാനുഷിക ചിന്തയിൽ അസാധ്യമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ദൈവം പറഞ്ഞ ഒരു കാര്യത്തെ അവഗണിച്ചു കളയരുത്. കാരണം മാനുഷിക ചിന്തയിൽ അസാധ്യമായത് ആണെങ്കിലും ദൈവത്താൽ സകലവും സാധ്യമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതെ, ജീവിതയാത്രയിൽ കൂടെയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹവും കരുതലും ദൈവിക പരിരക്ഷ പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവം പറഞ്ഞതാണോ അതിനെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അതെ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ. അതെ, സാഹചര്യങ്ങൾ എന്തു തന്നെയാകട്ടെ, ഇന്ന് വിളിച്ച വിശ്വസ്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ? ജീവിതയാത്രയിൽ കൈവിടാത്ത, സാഹചര്യങ്ങൾ അനുസരിച്ച് വാക്കുമാറാത്ത, തന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഒരുവനെ പോലും വെറുതെ അയക്കാത്ത ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവമഹത്വം നിങ്ങൾ കാണും. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് എടുക്കാം. ധനത്തിൽ ആശ്രയിക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെല്ലാം പറഞ്ഞു വരുന്ന ഭാഗത്ത് മർക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 27 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലാതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. സകലരും അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ ആ വിഷയത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. ഇന്ന് സകലവും സാധ്യമാകുന്ന ഈ ദൈവത്തിന്റെ കരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നമ്മുടെ ആശ്രയം മറ്റെല്ലാറ്റിൽ നിന്നും മാറ്റി ദൈവത്തിൽ ആകട്ടെ. നമ്മുടെ ആശ്രയം നമ്മുടെ ധനത്തിൽ, നമ്മുടെ കഴിവിൽ, നമുക്കുള്ള ഇൻഫ്ലുവൻസിൽ നിന്നെല്ലാം മാറ്റി ദൈവത്തിലാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ നോക്കി നമുക്ക് പറയാൻ പറ്റുമോ, എന്റെ ദൈവം തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന്? അങ്ങനെ പറയാൻ പറ്റുന്നെങ്കിൽ, ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയാ. ദൈവിക നന്മകൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ട വാക്കുകൾ എല്ലാം എടുത്തു മാറ്റിവെച്ച് കൂടെയുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവം പറഞ്ഞതിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഈ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ ഇവരിലൂടെ വെളിപ്പെടട്ടെ. ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്, സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശു നിങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.